ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ അല്ലെങ്കിൽ നാഷണൽ ടാലന്റ് സെർച്ച് സ്കോളർഷിപ്പ് എക്സാമിനേഷന്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അത് നമ്മൾ ഓൾറെഡി ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കാം. അതുപോലെ വീഡിയോ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ട്, ഏതെങ്കിലും ഒരു വർഷത്തെ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യന്റെ ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ആ ഇയറും ആ ക്വസ്റ്റ്യൻ നമ്പറോട് നിങ്ങൾ കമന്റ് ചെയ്താൽ നമ്മൾ അതിന്റെ സോൾവ് ചെയ്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാവും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ റൈറ്റ് ടൈം ഷോൺ ബൈ എ ക്ലോക്ക് ഈസ് 2 o'clock. വാട്ട് വിൽ ബി ദ ടൈം ഇഫ് ദ അവർ ഹാൻഡ് റൊട്ടേറ്റ്സ് ബൈ 135 ഡിഗ്രി? ഒരു ക്ലോക്കിൽ കാണിക്കുന്ന സമയം 2 മണിയാണ്. മണിക്കൂർ സൂചി 135 ഡിഗ്രി കറങ്ങിയാൽ സമയം എന്തായിരിക്കും? സോ നമുക്ക് ഒരു ക്ലോക്ക് ഉണ്ട്. നമുക്ക് ഒരു ക്ലോക്ക് വരച്ച് നോക്കാം. നമുക്കൊരു ക്ലോക്ക് ഉണ്ട്. സോ നമുക്ക് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു പെർഫെക്റ്റ് സർക്കിൾ കിട്ടില്ല, ബട്ട് യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഒരു ക്ലോക്കിൽ നമുക്കറിയാം 12 വരകളാണുള്ളത്. 12 വരകൾ. സോ ഇതെന്ന് പറയുന്നത് 12 മണി, ഇത് 3 മണി, ഇത് 6 മണി, ഇത് 9 മണി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം 2 മണി എന്ന് പറയുമ്പോൾ സെൻട്രൽ നിന്ന് അവർ ഹാൻഡ് ഇങ്ങോട്ടേക്ക് ഇരിക്കും 2 മണി. ഓക്കെ, മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് 12ലേക്ക്. ഇതാണ് എക്സാക്ട്ലി എന്തെന്ന് പറയുന്നത് 2 മണി എന്ന് പറയുന്ന സമയം. നമ്മളിപ്പോൾ ഒരു അവർ ഹാൻഡ് കൺസിഡർ ചെയ്താൽ അവർ ഹാൻഡ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അവർ ഹാൻഡ് 360 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു അവർ ഹാൻഡ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നത് എത്ര മണിക്കൂർ കൊണ്ടാണ്? 12 മണിക്കൂർ കൊണ്ട്. കാരണം 12 മണിക്കൂർ കൊണ്ട് അവർ ഹാൻഡ് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 12 മണിക്കൂർ കൊണ്ട് അവർ ഹാൻഡ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അതായത് ഒരു മണിക്കൂറിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നത് 360 ഡിവൈഡഡ് ബൈ 12 30 ഡിഗ്രിയാണ്. ഒരു മണിക്കൂറിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ അരമണിക്കൂറിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് 15 ഡിഗ്രി ആയിരിക്കും. അരമണിക്കൂറിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് 15 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്കിവിടെ എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം? 135 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. അപ്പം 135 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. 135 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്രയാണ്? നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 30 ഡിഗ്രി വെച്ചിട്ട് പറഞ്ഞാൽ 30 ഗുണം 4 പ്ലസ് 15 എന്ന് എഴുതാൻ പറ്റും. അതായത് 120 പ്ലസ് 15 ആണ് എന്തെന്ന് പറയുന്നത്. 120 പ്ലസ് 15 ആണ് 135 എന്ന് പറയുന്നത്. അപ്പോൾ 30 ഗുണം 4 എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂറിന് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാന്ന് പറയാൻ എത്ര മണിക്കൂർ വരും? 4 മണിക്കൂർ വരും. 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ അരമണിക്കൂർ വരും. അപ്പൊ 4.5 മണിക്കൂർ വരും. അപ്പൊ എന്താണ്? 2 മണിയോട് കൂടി 4.5 മണിക്കൂർ മുമ്പോട്ട് പോകണം. 2.5 മണിയോട് കൂടി 4.5 മണിക്കൂർ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6.5 മണിക്കൂർ. സോ ദ ആൻസർ എന്ന് പറയുന്നത് 6:30 ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റിനെ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇവർ പറയുന്നത് 135 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നതാണ് മണിക്കൂർ സൂചി. അങ്ങനെയാണെങ്കിൽ 2 മണിയിൽ നിന്ന് 3 മണിയിലെത്തുമ്പോൾ മണിക്കൂർ സൂചി 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. 4 മണിയിലെത്തുമ്പോൾ 60 ഡിഗ്രി ആവും. 5 മണിയിലെത്തുമ്പോൾ 90 ഡിഗ്രി ആവും. 6 മണിയിലെത്തുമ്പോൾ 120 ഡിഗ്രി ആവും. 7 മണിയിലെത്തുമ്പോൾ 150 ഡിഗ്രി ആവും. അപ്പൊ 7 മണി വരെ പോകേണ്ട, അത് നേരെ പകുതി വന്നാൽ മതി. മണിക്കൂർ സൂചി എന്ത് സംഭവിക്കും? 6-നും 7-നും ഇടയ്ക്ക് നേരെ പകുതിയിൽ വരുമ്പോൾ അത് 135 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. നമുക്കറിയാം ഒരു മണിക്കൂർ കൊണ്ട് മിനിറ്റ് സൂചി 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. ആ സമയം കൊണ്ട് അവർ സൂചി എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുള്ളൂ? 30 ഡിഗ്രി. അതായത് അവർ സൂചി 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് മണിക്കൂർ സൂചി 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. എന്നോട് പറയാം, നമ്മളിപ്പോൾ അവർ ഹാൻഡ് എടുത്താൽ അല്ലെങ്കിൽ മണിക്കൂർ സൂചി എടുത്താൽ മണിക്കൂർ സൂചി ഒരു മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും? മിനിറ്റ് ഹാൻഡ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവർ ഹാൻഡ് 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. ഇവിടെ 12 നേരെ റൊട്ടേറ്റ് ചെയ്ത് 6-ൽ വരും. അപ്പൊ സമയം എന്ന് പറയുന്നത് എന്തായിരിക്കും? 6.5 ആയിരിക്കും. ഈ രണ്ട് രീതിയിൽ നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വിച്ച് വേർഡ് ക്യാൻ ബി ഇമ്മീഡിയറ്റ്ലി ഫോംഡ് ബൈ യൂസിംഗ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇമ്മീഡിയറ്റ്ലി? ഇമ്മീഡിയറ്റ്ലി എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന പദം ഏതാണ്? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ലെറ്ററിനെ എടുത്തെഴുതുക. IM വേർഡിനെ എടുത്തെഴുതുക. ഇമ്മീഡിയറ്റ്ലി തന്നിരിക്കുന്ന വേർഡിനെ എടുത്തെഴുതുക. തന്നിരിക്കുന്ന വേർഡിനെ എടുത്തെഴുതി കഴിഞ്ഞിട്ട് തന്നിരിക്കുന്ന ഓരോ ഓപ്ഷൻസ് നോക്കാം. ഫോർ എക്സാമ്പിൾ, ലാസ്റ്റ് എന്ന ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഡയലോഗ്.
ഡയലോഗ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിനകത്ത് ജി ഇല്ല, ഇതിനകത്ത് ജി ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഡയലോഗ് എന്ന് പറയുന്ന വാക്കുണ്ടാക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഡയാമീറ്റർ. ഡയാമീറ്റർ നോക്കുമ്പോൾ ഡി ഉണ്ട്, ഡയ ഉണ്ട്, പക്ഷെ ഇതിനകത്ത് എന്തില്ല, ആറില്ല. ആറില്ലാത്തതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് നോക്കിയേ ഡിറ്റക്ട് നോക്കിയാൽ ഇമ്മീഡിയറ്റ്ലിനകത്ത് എന്തില്ല, സി ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇമ്മീഡിയറ്റിൽ നിന്ന് ഡിറ്റക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ദെൻ നോക്കിക്കേ ലിമിറ്റഡ് നോക്കിയാൽ എൽ ഉണ്ട്, ഓക്കെ, ഐ ഉണ്ട്, എം ഉണ്ട്, ഐ ഉണ്ട്, ടി ഉണ്ട്, ഇ ഉണ്ട്, ഡി ഉണ്ട്. സോ ലിമിറ്റഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ലിമിറ്റഡ് ആയിരിക്കും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ലിമിറ്റഡ് ആയിരിക്കും. അടുത്ത ചോദ്യം കുറച്ച് കൺഫ്യൂസീവ് ആണ്, കുറച്ച് പേഷ്യൻസോടുകൂടി നമ്മൾ നോക്കണം. ഇന്റർചേഞ്ചിങ് ദ സൈൻസ് ഓഫ് പ്ലസ് ആൻഡ് മൈനസ് ആൻഡ് ദ നമ്പേഴ്സ് 5 and 8 വിച്ച് വൺ ഈസ് കറക്റ്റ്? പ്ലസ് മൈനസ് എന്നീ ചിഹ്നങ്ങളും 5, 8 എന്നീ സംഖ്യകളും പരസ്പരം മാറിയാൽ ശരിയാകുന്നത് ഏത്? അത് ഓരോ ഓപ്ഷൻസിനകത്ത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഓപ്ഷൻ ഇങ്ങനെയാണ്, 52 മൈനസ് 35 പ്ലസ് 55 ഈക്വൽ ടു 72. 5 പകരം എന്താണ്, 8 വരണം. അപ്പൊ എന്ത് സംഭവിക്കും, 82 പ്ലസിന് പകരം എന്ത് വരണം, മൈനസിന് പകരം എന്ത് വരണം, പ്ലസ് വരണം. പ്ലസ് 35 പകരം 38, പ്ലസിന് പകരം മൈനസ്, 55 പകരം 88 ഈക്വൽ ടു 72. കറക്റ്റ് ആണോ നോക്കാം. നോക്കുമ്പോൾ എന്ത് സംഭവിക്കും, 82ഉം 88 കൂടെ കൂട്ടി, 82ൽ നിന്ന് 88 കൂട്ടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, -6 കിട്ടും. -6 കൂടി 38, അതായത് 38ൽ നിന്ന് 6 കുറച്ച 32 കിട്ടും. അപ്പൊ ആ ഇക്വേഷൻ ഫസ്റ്റ് ഓപ്ഷൻ വർക്ക് ആവത്തില്ല. കാരണം എന്താണ്, ഇവിടെ നോക്കിയേ 82 38 കൂട്ടിയാൽ 82 38 കൂടിയ 120 ആണ്. 120ൽ നിന്ന് 88 കുറച്ച് ഒരിക്കലും 72 കിട്ടത്തില്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല ആൻസർ എന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, 85 മൈനസ് 38 പ്ലസ് 85 ഈക്വൽ ടു 132. 8ന് പകരം 5, 5ന് പകരം 8, 58 മൈനസിന് പകരം എന്താവും, പ്ലസ് ആവും. 38ന് പകരം നമ്മൾ 35 എന്ന് എഴുതണം, പ്ലസിന് പകരം മൈനസ് ആവും. 85ന് പകരം അതിനെ നമ്മൾ 58 എന്ന് എഴുതണം, ഈക്വൽ ടു 58 എന്ന് എഴുതാം. അപ്പൊ എങ്ങനെ വരും നോക്കിയേ, 58ൽ നിന്ന് 58 പോയാൽ 0, ബാക്കി എന്തുണ്ട്, 35 ആണല്ലോ. പക്ഷെ ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്, 132. അപ്പൊ രണ്ടാമത്തെ എന്താവില്ല, വർക്ക് ആവില്ല. ഓപ്ഷൻ ബിയും അല്ല ആൻസർ എന്ന് മനസ്സിലായി. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ 82 മൈനസ് 35 പ്ലസ് 55 ഈക്വൽ ടു 2. 8ന് പകരം 5 കൊടുക്കണം, 52 മൈനസിന് പകരം പ്ലസ് കൊടുക്കണം, 3 5ന് പകരം എന്ത് കൊടുക്കണം, 5ന് പകരം 8 കൊടുക്കണം. 38 മൈനസ് 55ന് പകരം 88 ഈക്വൽ ടു 2. ഇത് രണ്ടും കൂട്ടി നോക്കിയേ, 52 38 കൂട്ടിയാൽ 90, 90 മൈനസ് 88 എന്ന് പറയുമ്പോൾ 2. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. പ്ലസിനെയും മൈനസിനെയും ഇന്റർചേഞ്ച് ചെയ്യും, 5 8 പറയുന്ന സംഖ്യകളെയും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തേർഡ് ഓപ്ഷൻ എന്താണ്, തേർഡ് ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് വരും. അപ്പോൾ ഓപ്ഷൻ 3 സി ആണ് ഈ ക്വസ്റ്റ്യനിലെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. അടുത്ത ചോദ്യം, 148 പ്ലസ് 137 പ്ലസ് 185 പ്ലസ് 192 662 ആണ്. അങ്ങനെയാണ് എങ്കിൽ 148 1/4, 137 5/6, 185 3/4, 192 1/6 എന്താണ്? സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 148 1/4, 137 5/6, 185 3/4, 192 1/6? ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ആലോചിക്കേണ്ട ലോജിക്ക്, ഫോർ എക്സാമ്പിൾ ഇഫ് യു ഹാവ് 2.5 പ്ലസ് 2.5 എന്താണ്, 5 ആണ്. ഇതെങ്ങനെയാ വന്നേ, 2 പ്ലസ് 2 പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ്, 2 പ്ലസ് 2 പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ്. അപ്പൊ നമുക്ക് ഈ ഒരു മിക്സ്ഡ് ഫ്രാക്ഷനാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇത് ചെയ്യാനായിട്ട് ഒന്നും നോക്കണ്ട. നിങ്ങളുടേത് 148 1/4 പ്ലസ് 137 5/6 പ്ലസ് 185 3/4 പ്ലസ് 192 1/6 ആണ്. അപ്പൊ അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്പറുകളെ ഒന്നിച്ചെഴുത്. 148 പ്ലസ് 137 പ്ലസ് 185 പ്ലസ് 192 പ്ലസ് 1/4 പ്ലസ് 5/6 പ്ലസ് 3/4 പ്ലസ് 1/6, 3/4 പ്ലസ് 1/6. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 662 കിട്ടും. ഇവിടെ നോക്കി 1/4 പ്ലസ് 3/4 എന്ന് പറഞ്ഞാൽ 1, 5/6 പ്ലസ് 1/6 എന്ന് പറയുമ്പോൾ 6/6 1. അപ്പൊ എന്ത് കിട്ടും? 1 പ്ലസ് 1 2 എന്ന് കിട്ടും. ഇവിടെ ഞാൻ പറയാം 1/4 പ്ലസ് 3/4 ഈക്വൽ ടു 3 പ്ലസ് 1 4, 4/4 ഈക്വൽ ടു 1. ദ സെയിം വേ 5/6
പ്ലസ് 1/6 ഈക്വൽ ടു 5 പ്ലസ് 1 6/6 ഈക്വൽ ടു 1. അപ്പോൾ 1 പ്ലസ് 1 എത്ര കിട്ടി? 2. 662 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 664 എന്ന് കിട്ടി. അപ്പൊ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്വസ്റ്റിന്റെ ആൻസർ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.